പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ മോൾ ഇതാ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ വിരുന്നിന് ശേഷം പിറ്റേന്ന് തുടങ്ങിയാണ് ജോലിക്ക് പോകാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒരാഴ്ച അവധിയായിരുന്നു, അതിനുശേഷം ലീവ് എടുത്തു, അതിനുശേഷമാണ് പോകുന്നത്. അപ്പോൾ പോകാനായിട്ട് ഇറങ്ങിയത് അമ്മച്ചിയമ്മയോട് എന്തൊക്കെയോ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പോകുന്നത് 2 വീലറിനാണ് പോകുന്നത്. അപ്പോൾ സാധാരണ എല്ലാ ദിവസവും വെളുപ്പിന് 6 മണിക്കത്തെ ഇൻ്റർസിറ്റിക്കാണ് പോകാറുള്ളത്. അപ്പോൾ മോളുടെ 2 വീലർ ഓഫീസിൽ തന്നെ വെച്ചിരിക്കുവാണ്. ഇപ്പോൾ ഫീൽഡിലൊക്കെ പോകണമല്ലോ, ഫീൽഡിൽ പോകാൻ വേണ്ടിയിട്ട് 2 വീലർ അവിടെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വിരുന്നിന് വേണ്ടി അവധി എടുത്തപ്പോഴത്തേക്ക് മോള് വണ്ടി വീട്ടിലേക്ക് പോകുന്നതായിരുന്നേ. ഒരാഴ്ച വീട്ടിൽ നിൽക്കുമല്ലേ, അപ്പോൾ അങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു 8 മണിയായപ്പോഴത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ആലപ്പുഴ വരെ ആണ് പോകേണ്ടത്. അപ്പോൾ 2 വീലറിന് പോകാനായിട്ട് ഇതാ ഇറങ്ങുവാണേ. ഇനിയിപ്പോൾ കഴുകാനൊക്കെ അത് ഇന്നലെ വൈകിട്ട് കഴുകി വയ്ക്കണം. നിറയെ പൊടിയായി മേനെ. ഇത് കാറ്റും മഴയൊക്കെ അടിച്ചപ്പോഴേ നിറയെ സീറ്റിന് തുടക്കണ്ടേ. കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് കഴിയുമ്പോഴാണ് മടി വരുന്നത്. മടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. മാസ്കാ ഒരു മാസ്ക് നമ്മുടെ ഡൈനിങ് റൂമിന്റെ ടേബിളിലുണ്ടല്ലോ, പൊടി ആകും. അമ്മ എടുത്തിട്ട് വരാം. ഈ സാധനത്തെ കാലുടക്കരുത് കേട്ടാ. എനിക്ക് അങ്ങനെ പറ്റിയതാ. കാലുടക്കി എനിക്ക് വണ്ടി നിർത്താം. അതെന്തേലും ചെയ്യണം ഇനി. അത് ഇങ്ങോട്ട് പോരുമ്പോഴേ ക്ലാസ്സിൽ നിന്ന് ആളെന്തിനാ ഇങ്ങോട്ട് വന്നാൽ ഇപ്പോഴും മകള് പോണപ്പോൾ മകളെ വിടാൻ വേണ്ടിയിട്ട് വന്നതാ. ശരി, ശ്രദ്ധിച്ചൊക്കെ പോണം. അങ്ങനെ മോളങ്ങോട്ട് പോയി. അതിനുശേഷം നമ്മുടെ പന്തലഴിക്കാനായിട്ട് പന്തൽ പണിക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ പന്തൽ പൂർണ്ണമായിട്ടും അഴിക്കുന്നില്ല, അതിൻ്റെ വെള്ളയൊക്കെ അഴിച്ച് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഇട്ടിരിക്കുന്ന കാർപ്പറ്റൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല, ഇനി അനിയൻ്റെ റിട്ടയർമെൻ്റ് ഉണ്ട്. അപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ ഫംഗ്ഷനൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പന്തൽ അഴിക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അഴിച്ചിട്ട് വീണ്ടും 31-ാം തീയതിയാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ വീണ്ടും പന്തൽ ഇടണ്ടേ. അപ്പോൾ അതുകൊണ്ട് പന്തൽ അഴിക്കുന്നില്ല, അതിൻ്റെ വെള്ളമെല്ലാം അഴിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ അതേ അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുട്ടി ഉണ്ടല്ലോ, കുഞ്ഞുട്ടിയും രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മഴയൊക്കെ തുടങ്ങിയത് കൊണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കിഴക്കേ വയലിൽ വലയിട്ടിട്ട് കുറച്ച് മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഷൈലു മഴയുണ്ടല്ലോ നമുക്ക് വലയിടാമെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുട്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷൈലാമ്മയുടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, എന്നാൽ വേഗം ചായയൊക്കെ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ വെക്കാനൊക്കെ പുള്ളിക്കാരത്തി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ മോളെ വിട്ടതിന് ശേഷമുള്ള പാത്രമൊക്കെ ഒന്ന് വാഷ് ചെയ്തൊക്കെ വെക്കുകയും ചായ കൂട്ടാനുള്ള പാത്രമൊക്കെ കഴുകിയെടുക്കുവാണ്. അപ്പോൾ കുഞ്ഞുട്ടി തന്നെ ചായ തിളച്ചപ്പോഴത്തേക്ക് തേയിലയൊക്കെ ഇട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് ചായ കൂട്ടിയിട്ട് നന്ദുവിന് കൊടുക്കണം. പിന്നെ ഏട്ടൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഏട്ടന് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചായ കൂട്ടിയെടുക്കാനായിട്ട് പോവുകയാണേ.
അങ്ങനെ ഇന്നാടാ ചായ. അങ്ങനെ പന്തലുകാർ അതിൻ്റെ വെള്ളയൊക്കെ അഴിച്ച് കാർപ്പറ്റും ഒക്കെ മടക്കിക്കൊണ്ട് പോയി. അതിന് ശേഷം ഞാൻ അവിടെയൊക്കെ ഒന്നും കൂടെ തൂത്തൊക്കെ ഇടുവാണ്. ഇപ്പോൾ രാവിലെ പുറമൊക്കെ തൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാർപ്പറ്റൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് അടിച്ച് തൂത്തൊക്കെ വൃത്തിയാക്കി ഇടുവാണേ. അങ്ങനെ മുറ്റം തൂപ്പൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളയിൽ വന്നു. അപ്പോൾ കുഞ്ഞു ആണെങ്കിൽ നമുക്ക് വലയിടാമെന്നും പറഞ്ഞതിൻ്റെ പുറകെ നടക്കുവാണേ. അപ്പോൾ അടുക്കള ഇത്തിരി പരിപാടി കൂടിയുണ്ട്. അപ്പം മോളെ വെളുപ്പിനെ വിടാൻ നേരത്ത് മോൾക്ക് ചെറുപയറും ചീരയും കൂടെ തോരൻ വെച്ചതും പിന്നെ വെള്ളരിക്കയും മാങ്ങയും കൂടെ അരച്ച് കൂട്ടിയതുമായിട്ടാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ തലേ ദിവസം വൈകുന്നേരം വെച്ചിട്ടുള്ള ഇത്തിരി കേരക്കറിയും കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഒരു പീച്ചിങ്ങയും കൂടെ പൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ ആ പീച്ചിങ്ങയും കൂടെ പൊള്ളിച്ചൊക്കെ അടുക്കളയിലെ പരിപാടി തീർത്തിട്ട് പാടത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ കുഞ്ഞുവാണെങ്കിൽ ഇങ്ങനെ ശാഠ്യം പിടിച്ചിട്ടെന്ന പോലെ അവളവിടെ നിൽക്കുവാണേ. മണി 1 ആയി മേനെ. ശൈലു ഈ പീച്ചിങ്ങ ഒന്ന് അടുപ്പയിലേക്ക് വെച്ചേക്കട്ടെ, എന്നിട്ട് വരാം. എന്റെ മകൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി പുട്ടും പഴവും കൂടെ കഴിച്ചു വന്ന്. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് എങ്ങനെയാണ് പീച്ചിങ്ങ കറിയാക്കിയതെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പീച്ചിങ്ങ കഴുകിയെടുത്തു. അതിൻ്റെ വൈരമൊക്കെ ആദ്യമേ ചിന്തിക്കളഞ്ഞു. അതിന് ശേഷം അത് ചെറിയ ചെറിയ പീസുകളായിട്ടരിഞ്ഞ് മൺചട്ടിയിലിട്ടു. എന്നിട്ട് ഒരു ഇത്തിരി തേങ്ങയും 2 സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു. എന്നിട്ട് നമ്മുടെ മീൻകറി കൂട്ടുന്നത് പോലെ തന്നെ അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൂട്ടിയെടുത്തു. 2-3 കഷ്ണം വെളുത്തുള്ളിയല്ല, നല്ല ചുമന്ന ഉള്ളി കേട്ടോ, ചെറിയ ഉള്ളി ചതച്ചതും 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മീൻകറി വറ്റിക്കുന്നത് പോലെ തന്നെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി തേങ്ങ അരയ്ക്കാതെ തന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കറി കൂട്ടി വെച്ചിട്ട് തേങ്ങ പാലൊഴിച്ചാലും മതിയാവുമേ. അപ്പോൾ ഇങ്ങനത്തെ പീച്ചിങ്ങക്കറി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മീൻ കറിയേക്കാൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുറ്റത്തുണ്ടായിട്ടുള്ള പീച്ചിങ്ങയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ സൂപ്പറായിട്ട് നമ്മുടെ പീച്ചിങ്ങക്കറി ഇരിക്കണുണ്ടോ. വറ്റിക്കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇനി ഇത് കൂടാതെ നമുക്ക് തലേ ദിവസത്തെ കേരക്കറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കേരക്കറി പിന്നെ വെളുപ്പിനെ മോൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചെറുപയർ തോരനൊക്കെ ഉണ്ട്. അപ്പോൾ അത് പുട്ടിനൊക്കെ എടുത്തിട്ടൊക്കെ ബാക്കിയാണ് ഇനി ഇരിക്കുന്നത്. പിന്നെ അരച്ചുകൂട്ടും കുറച്ചുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വണ്ടി പഞ്ചറായി കിടക്കുന്നത്. പിന്നെ പഞ്ചർ ഒട്ടിക്കുന്ന ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് പഞ്ചർ ഒട്ടിക്കാൻ പോവുകയാണേ. ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിന്നി നോക്കുമ്പോഴാണ് വണ്ടി പഞ്ചറായി കിടക്കുന്നത്. വന്നിട്ടുണ്ടല്ലേ? അതാണ് സന്തോഷം ഇല്ലേ, മൊബൈൽ പഞ്ചർ സന്തോഷം. 92 49 75 38 60. എവിടെയാണ് സ്ഥലം? വാരനാടാ. അപ്പം ആര് വിളിച്ചാലും എത്തും കേട്ടോ. വാരനാടാണ്. പഞ്ചറായി കിടക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ പഞ്ചർ ഒട്ടിക്കുന്നത് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലുണ്ട് എനിക്ക്. അപ്പം അതിനകത്ത് നമുക്ക് മൊബൈൽ പഞ്ചർ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അന്ന് നമുക്ക് വന്നത് ബൈക്കിന്റെ കാര്യത്തിനായിരുന്നു തോന്നണില്ലേ? അന്ന് വന്നത് കാറ് തന്നെയായിരുന്നു അല്ലേ?
അതിൻ്റെ പുറമേലെ കവർ അഴിച്ചു മാറ്റി. എടുത്തിട്ടിരിക്കുകയാണ്. താക്കോലുണ്ട്. അല്ല ഡോറ് അവിടെ തുറക്കണം അല്ലേ? ഡോറ് പതിയെ തന്നിട്ട് അവിടെ ഡോറിൻ്റെ സൈഡിൽ പരിപാടി നിൽക്കണം. സൈഡിലാണ്. ഞാൻ പറയാം. ഒന്നാണ് പഞ്ചറാക്കിയത്. കുഞ്ഞുട്ടിയുടെ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. താൻ ചിലപ്പോൾ പിന്നെ വെച്ച് കുത്തിയായിരിക്കും. പിന്നെ വെച്ച് കുത്തിയാൽ പൊട്ടണ സാധനമാണല്ലേ. എൻ്റെ ശക്തി വെച്ച് കുത്തിയാൽ പൊട്ടും. അതിൻ്റെ പേരാണ് ജാക്കി അല്ലേ? എവിടെയെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ പഠിക്കണം. എന്തിനാണ് നമുക്ക് പഠിക്കണം കേട്ടോ. വേറെ കാര്യം നല്ല കുഞ്ഞു ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് വേണം പോകാൻ. ജാക്കി വെച്ച് എങ്ങനെയാണ് വണ്ടി പൊക്കി നിർത്തണേന്നൊക്കെ. കണ്ടാവില്ല കുഞ്ഞു നോക്കി പഠിക്കും. ജസ്റ്റ് ഇപ്പൊ ഒന്ന് അറിഞ്ഞിരിക്കേ. നിങ്ങളുടെ കാറ് വഴി കിടന്ന എന്ത് പറഞ്ഞ നോക്കി നിൽക്കുക. മനസ്സിലായി? നിങ്ങളുടെ കാറ് വഴി കിടന്ന അച്ഛനും മകളും അവിടെ കിടന്നുണ്ട് ഇരിക്കുകയല്ലോ. രണ്ട് സ്ക്രൂ ഇടക്കി മൂന്നാമത്തെ നാലാമത്തെ സ്ക്രൂ. ട്യൂഷൻ രാവിലെ വൈകിട്ടുണ്ട്. 2 നേരം ഉണ്ടാവും, രാവിലെ വൈകിട്ട്. ഇപ്പം പിന്നെ പഠിത്തമില്ലാത്ത കാരണം നമുക്ക് ഇഷ്ടം 10 മണിക്കൊക്കെ എടുക്കും. ആ പിള്ളേരി ഉണ്ടല്ലോ. സ്കൂള് തുറന്നില്ലല്ലേ. കണ്ടാ കുഞ്ഞു ചെയ്യുന്ന പരിപാടി കണ്ടല്ലേ. കാറ് പൊക്കി പൊക്കത്തിച്ചിട്ട് കാറ് പൊക്കിയെങ്കിലല്ലേ അത് വീര് ഊരി എടുക്കണം. എന്തിനാണെന്ന് അത് ഊരിയെങ്കിലും എടുത്ത് പഞ്ചറൊട്ടിക്കണ്ടേ. അകത്തൊരു വീല് ഇരിപ്പുണ്ട് സ്റ്റെപ്പിൽ. അത് കാറ്റ് ശരിക്കും വേറെ നോക്കാൻ നോക്കണുണ്ട്. പുള്ളിയുടെ അടി ഇരിപ്പ് പറഞ്ഞു വിട്ടേക്കല്ലേ. അതെ പഴുതാര കണ്ട് അതിൻ്റെ അടി കയറി ഇരിക്കുന്നു. വണ്ടിയുടെ ഒരു വശം ജാക്കിയിലാണ് ഇരിക്കണേ അല്ലേ. എത്രാം ക്ലാസ്സിലുണ്ട് പിള്ളേർ? ട്യൂഷൻ ഇവിടെ 5 തൊട്ട് +2 വരെ ഉണ്ട്. അപ്പോൾ ഒരു ടീച്ചറല്ല? ഒരു ടീച്ചറല്ല, പുറത്തുനിന്ന് 5 പേര് വേറെ ഉണ്ട്. മൊത്തം 7 പേരുണ്ട്. 7 പേരുണ്ട്. എല്ലാ വിഷയത്തിനും പ്രത്യേകം സ്റ്റാഫാണ്. എന്താണാവോ തിളങ്ങിയിരിക്കണല്ലോ ഭഗവാനെ. ഇവിടെയാണ് പഞ്ചറായെന്ന് നോക്കുക. ാണ് ഈ ടയർ ഇരിക്കുന്നത്. അതേലാണ് കണ്ടുപിടിച്ച ആണിയാണ്. ദൈവമേ, എപ്പോഴും എനിക്ക് അന്ന് പഞ്ചറായ ഇത് മിക്കവാറും നമ്മുടെ ഉണ്ടല്ലോ സാറേ. ഇത് സ്വിച്ച് ബോർഡിലേക്കുള്ള ആണിയാണോ ഇത്? അല്ലേ ഇല്ലേ. അന്ന് ഇതിനേക്കാൾ വലിയൊരു സ്ക്രൂ പോലത്തെ സംഭവമായിരുന്നു അന്ന് കയറിയിരുന്ന് വെച്ചത്. അല്ല അത് സ്ക്രൂ അല്ലേ? അല്ല ഇതിനേക്കാളേ വലിയ ഇവിടെ ഇങ്ങനെ ഇതിനേക്കാളും നല്ല വിസ്താരമുള്ള ഒരു വലിയ സ്ക്രൂ ആണ്. ഇത് സ്ക്രൂ തന്നെ. ഇതായിരുന്നു വീല്. കാണാം സാറേ, നമ്മുടെ കാണാം. ഇത് 1 ഇഞ്ചിൻ്റെ സ്ക്രൂ ആണ്.
മറ്റേ റിപ്പീറ്റ് ചെയ്യണമല്ലേ? എന്താണ്? ഇത് സാറ് തടിയിലൊക്കെ വെക്കണം. ഉം. അത് കുറച്ച് ദിവസമായി കയറി. കുറച്ച് ദിവസമായില്ലേ? ഇതുകൊണ്ടാണ് ആ അതാണ് ആ ഉൾഭാഗം നല്ല ഇപ്പുറം നല്ല കറുത്തിരിക്കുന്നു. അല്ല മറ്റേ പകുതി തേഞ്ഞ് തീർന്നില്ല. എന്ത് തീർന്നു? ഇതുകൊണ്ടാണ് എന്റെ മുട്ട് തേഞ്ഞ് തീർന്നു. ആണില്ലേ? ആ ശരി. ഇവരെയും കൊണ്ട് ഞാൻ പലയിടത്തും പോയപ്പോ അവസാനം ഗത്യന്തരയിലാകുന്ന സാറിന് വീട്ടിൽ വെച്ചാണ് പണി കിട്ടിയത്, അല്ലെങ്കിൽ റോട്ടിൽ വല്ലയിടത്തും കിടന്നേന്. ഇവിടെ കൊടുത്ത കാര്യം അതാണ് ഞങ്ങളുടെ വീട്ടിലെ മെയിൻ താരം. ആണോ? അനിയന്റെ മകളാ. ആ അനിയൻ്റെ മോളാണ്. ചേട്ടൻ്റെ മോളെ പോലെ ഇരിക്കണത്. ഞങ്ങളുടെ ഏറ്റവും ഇളയ ആള്. ആ ഭരണം നടത്തുന്ന ആളാണ്. ആ ഭരണകർത്താവാണ്. അതെന്നെ ഗമ്മാണോ? എന്ത് സാധനം അതിനകത്ത്? ഗമ്മില്ലേ? ഗമ്മിട്ട് വെച്ചു. അതിനകത്ത് എന്നാ സാറ് കുത്തി വെച്ചിരിക്കണ? തുണിയല്ലത്. അത് എന്ത് സാധനമാണ് ആ കുത്തി വെച്ചിരിക്കണത്? അതൊരു റബ്ബർ പേസ്റ്റാണ്. റബ്ബർ. നമ്മുടെ ഈ പശ ഇട്ട് വെച്ചും റബ്ബർ നൂലും ഇവിടെ. അപ്പം അതവിടെ ഒട്ടിക്കോളൂ അല്ലേ? എന്നിട്ട് ഈ കാറ്റടിക്കുക. പഞ്ചറൊട്ടിക്കുന്ന ആളൊക്കെ ഉണ്ടല്ലോ. സൈക്കിൾ പമ്പാണല്ലേ? മതി സാറ്. ചെറിയൊരു മോട്ടോർ പോലത്തെ സാധനം. അതാകുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് കയറും അല്ലേ? കംപ്ലൈന്റ് ആകുമ്പോൾ പെട്ടെന്ന് ആണോ? വീട്ടുകാരനുണ്ടായിരുന്നു ഇല്ലേ? വീട്ടുകാർ കാറ്റടിക്കുന്ന സാധനം ഇല്ലേ? പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. അത് കംപ്ലൈന്റ് ആയിരുന്നു അല്ലേ? പിള്ളേരല്ല ഇപ്പൊ 5000-നും 3000-നും ചൂടാണ് നടക്കണത്. 7000 ആ ഒരുത്തന്റെ ഇരിക്കുന്നത്. രണ്ടുപേരും രണ്ടെണ്ണം. ആ ഒരുത്തന്റെ 7000-ന്റെ ഞങ്ങള് ചോദിച്ചേടാ ചൂണ്ടയ്ക്ക് എന്നാ വിലയിടാന്ന് ചോദിച്ചപ്പോ പറയണ ഒരുത്തൻ്റെത് 7000 രൂപ, ഒരുത്തൻ്റെ 6000, പിന്നെ 2000, 4500. ഇതും കൊണ്ട് നടന്നിട്ട് അതിനൊന്നും വലുതായിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല കേട്ടാ. എന്നാലും നമുക്ക് അതിശയം പിള്ളേർക്കൊക്കെ ആണല്ലേ. നമ്മുടെ അടുത്തുള്ള അവന്റെ എന്ന് പറഞ്ഞാൽ 15000 രൂപ ചൂണ്ടയും. മീനിന് കായലും ഒക്കെ ഉണ്ട്. അല്ല അവൻ കായലല്ല, കടലിൽ പോയി ആക്ടിവിടെ ഫ്രണ്ട് വെച്ചിട്ട് മറ്റേ വലുതുറണത്തിന് അവിടെയൊക്കെ അങ്ങനെ സാധനം. കട്ട് ചെയ്ത് മാറ്റുന്നു. കഴിഞ്ഞില്ല, ഫിറ്റ് ചെയ്യണം. ചോറ് തിന്നാ നീ നേരത്തെ ചോറ് തിന്നതിന്റെ ക്ഷീണാണ് കിടക്കണം. ഞങ്ങളൊക്കെ ഒന്ന് ആരെങ്കിലും ചെന്നിട്ട് കഴിക്കാനാ നമ്മൾ. നീ നേരത്തെ കഴിച്ചു, ഇനി ഞാനിവിടെ നിന്ന് ഞങ്ങള് കറക്റ്റ് പഞ്ചുവലാണ് ഭക്ഷണം. കാര്യത്തിൽ പഞ്ചുവൽ പിന്നെ അല്ലേ പോകുമ്പോഴാണ് കഴിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ സമയത്ത് കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ വിശക്കുമ്പോ കുഞ്ഞ് പോയി കഴിക്കും. അതാണ് നമ്മുടെ കയ്യില് ഫിംഗർ പ്രിന്റ് ആണ്. ഒരാൾക്ക് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അതാണ് എല്ലായിടത്തും നമ്മൾ ഫിംഗർ പ്രിന്റ് അടിക്കുന്നത്. മനസ്സിലായോ? അത് മാത്രമാണ് വൈവിധ്യം. അതൊരു അതിശയകരമായ ഒരു കാര്യമാണ്. ഭയങ്കരമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാരുടെ ഇന്ന് ഈ കോടി സാധനമല്ലേ ഡിസൈൻ. ആ അതൊരെണ്ണം വേറൊരാൾക്ക് ഇല്ലെന്ന് പറയണത് ഭയങ്കരമാണ്. 99.9% വരെയും വ്യത്യാസമാണ്. എല്ലാം റെയർലി മാത്രം എന്തെങ്കിലും വന്നെങ്കിലും. എന്നാലും അങ്ങനെ വന്നിട്ടൊരു സംഭവം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ വന്നിട്ടില്ല. ഫിംഗർ പ്രിന്റ് ഈ കോടിക്കണക്കിന് ജനത്തിന് കോടിക്കണക്കിന് ഇതല്ലേ വന്നത്. ഫിംഗർ പ്രിന്റ് ഓരോരുത്തർക്കും ഓരോ ഫിംഗർ പ്രിന്റ്. അതിപ്പോ എല്ലാം സൗണ്ട്, മനുഷ്യന്റെ സൗണ്ട് നമ്മളെടുത്തു കഴിഞ്ഞാല് ഒരു 99% വൈവിധ്യമാണ്. എന്നാൽ ഇതുപോലെ വരില്ല, എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടാവും. യേശുദാസിന്റെ സൗണ്ടിൽ പാടുന്ന പലരും ഉണ്ട്. ആൾക്കാരുണ്ടെങ്കിലും ടയറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ ജാക്കി അഴിച്ചെടുക്കുക, ഊരി മാറ്റണം. മൂക്കിന്റെ അവിടെ നിന്ന് ഇത്ര സെന്റിമീറ്ററിലെ പലരുടെയും കീറി. എന്നിട്ട് പലരുടെയും ഫേസ് എന്താണ് വൈവിധ്യമാണ്.
മൂക്കിരിക്കണത് കണ്ണിരിക്കണത് ചെറിയൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത്ര സെന്റിമീറ്റർ അകലം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്നിട്ട് എന്തോ വേരിയേഷൻ. നമ്മളാകെ ഇനി സാറ് വൈകിട്ട് പമ്പിൽ പോയി കാറ്റടിച്ചിടണം. അവിടം വരെ ഓടിച്ചെല്ലാനുള്ള കാറ്റുണ്ടല്ലേ. വാരനാടല്ലേ വീട്? അമ്പലത്തിനടുത്താണോ? ഒരു 10-15 മിനിറ്റ് എടുത്തോളൂ അല്ലേ ചെയ്യാനായിട്ട്? നോക്കിക്കോ നമ്പർ കേട്ടോ. ഇപ്പോൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എത്തിച്ചേരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ഈ അടുത്ത് തന്നെ അല്ലേ? ഇപ്പോൾ ഒരു ഗായകൻ കൂടിയാണ് കേട്ടാ, പാട്ട് പാടുന്നുണ്ട്. അല്ല നന്നായിട്ട് പാടുന്നുണ്ട്. പരിപാടി ഒന്ന് നടത്തിയത് ഈ കാറായിരുന്നു. ഈ കാറ് തന്നെ. ഇവിടെ ഈ കാറേ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് അനിയനും കയറാ കാറ്. കുഞ്ഞുട്ടി ഈ നമ്പറൊക്കെ എഴുതിയിട്ടോ, അച്ഛന് വേണ്ടി ഇങ്ങനെ വിളിച്ചേക്കണം. എടുത്ത് അതെടുത്ത് സർവ്വ സാധനം കിട്ടിയ സമയം കൊണ്ട് കമ്മീഷൻ എത്തിച്ചയച്ചാൽ മതി ഇങ്ങോട്ട്. അപ്പൊ ശരി, ഓക്കെ. നല്ല ബോക്സിലല്ലേ, ബോക്സിനകത്ത് എല്ലാ വിധ സംവിധാനവും ഉണ്ട്. പിള്ളേരവിടെ പാടത്ത് ചൂണ്ടയിടുന്നുണ്ടേ, നമുക്ക് അവരുടെ വീഡിയോ എടുക്കാം. വയറ് മുഴുവൻ വെള്ളമായിട്ട് കിടക്കുക. നോക്കി കണ്ട, കിട്ടിയാ മീന് കിട്ടിയാ? ചൂണ്ടയൊക്കെ അവര് വലിച്ചു പറിച്ചിട്ട് ഓടാൻ പോവുക. നിങ്ങൾ ഓടണ്ട, അവിടെ നിന്ന് മീന് പിടിക്ക്. എടാ നിങ്ങൾ വരാല് പിടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അത് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാ. ലൈവായിട്ട് മീൻ പിടിക്കണ എടുക്കാനാ. പിടിക്ക്. എല്ലാം ഓടാൻ തുടങ്ങി. കുഞ്ഞുട്ടി, നമുക്ക് നമ്മുടെ ഇവിടെ വലയിടാം. നമുക്കിവിടെ വലയിടാം. കഴിഞ്ഞ വർഷം നമ്മൾ വലയിട്ടതല്ലേ. പക്ഷെ എല്ലാ വർഷത്തെയും പോലെ മീനില്ലെന്ന് തോന്നുന്നു മോനെ. ശരി, ഇന്നലെ രാത്രിയൊക്കെ നോക്കി മീനുണ്ടെങ്കിൽ നമുക്ക് അന്ന് രാത്രി തന്നെ വലയിടാമെന്ന് വെച്ചിട്ട് ഒരനക്കവും ഇല്ല. അത് മറ്റേ 2-3 കുളമായിട്ട് നേരത്തെ കണക്ട് ചെയ്ത് കിടന്നതല്ലേ, ആ കുളം നികത്തിപ്പോയി. അത് കാരണമാണ് ഇല്ലാത്തത്. ദൈവന്മാർ പിടിച്ച് വലിച്ചിട്ട് ഒന്നും വരുന്നില്ല, മീനൊന്നും കിട്ടണില്ല. കുറേ സമയം അവന്മാർ ചൂണ്ടയിടാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഇന്ന് മീൻ പിടുത്തം തുടങ്ങുക. അവിടെ ഒരു ചേമ്പിലക്കാട് നിൽക്കുന്നുണ്ട്. ആ ചേമ്പിലക്കാട്ടിനകത്ത് ഒരു മീനുണ്ടെന്ന് പിള്ളേർ പറയുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് ഇന്ന് ഇവിടെ ഒരു വലയിട്ട് വെക്കാം. അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ മീൻ ഉടക്കി കിട്ടിക്കോളും. കുഞ്ഞുട്ടി റെഡിയല്ലേ? അവന്മാരിട്ട് എന്തെങ്കിലും കിട്ടിയെങ്കിൽ അവർ പിടിച്ചുകൊണ്ട് പോട്ടെ. അത് കഴിഞ്ഞിട്ടിടാം നമുക്ക്. പിന്നെ വന്നെ മീനിനെ പിടിച്ചെടുത്താൽ മതി. നിങ്ങൾ ചൂണ്ടയിട്ടോ, ഞങ്ങളിതേ പോവുക. നിങ്ങളവിടെ നോക്ക്, കിട്ടിക്കോളും. വേറെ എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാ? ആ കിട്ടിയണേ കൊണ്ടുപോവാ കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാൻ നേരം. അവന്മാര് പോവുക. അല്ല അവിടെ ഇടാനായിരിക്കും. എന്താ മഴക്കാറുണ്ട്, വരുന്നുണ്ട്. മാനം ഇങ്ങനെ ലേശം കാർമേഘത്തോട് കൂടിയിട്ട് നിൽക്കുന്നു. പിള്ളേർ വന്ന് സൈക്കിളൊക്കെ അവിടെ റോട്ടി വെച്ചിട്ടുണ്ട്.
ഓക്കെ, നമുക്ക് വലയൊക്കെ റെഡിയാക്കി വന്ന് വലയിട്ട് വയ്ക്കാം. 5 മീറ്റർ വലയാണ് വാങ്ങിച്ചിരിക്കണം. 5 മീറ്റർ വലയ്ക്ക് 50. ഇതേ വലയൊക്കെ ഞങ്ങൾ സെറ്റാക്കി ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം അവിടെ കൊണ്ട് ഇടാമെന്ന് വിചാരിച്ചപ്പോഴേ പശുവിനെ കൊണ്ടുവന്ന് ഇട്ടിരിക്കണം നമ്മൾ വലയിടുന്ന വശത്ത്. കുഞ്ഞുട്ടി നമുക്ക് നോക്കാം എവിടെയാണ് പശു നിൽക്കണേന്ന്. ഇതേ മഴയൊക്കെ വരുന്നുണ്ടേ, നമുക്ക് ഉടനെ തന്നെ വലയിട്ട് മീനിനെ പിടിക്കാം. പേര് നിൽക്കുന്നുണ്ട്. എടാ കിട്ടിയാടാ വല്ലതും? നിങ്ങൾക്ക് പിടിക്കാനുള്ള മീനിനെ പിടിച്ചിട്ട് വേണം എനിക്ക് ഇടാൻ. ഞങ്ങൾ വല ഇടാനുള്ളടുത്ത പശുവിനെ കെട്ടിയേക്കുന്നത്. ഇനി പശുവിനെ കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. കിട്ടിയില്ലേ മോനെ ഒന്നും? അതെവിടുന്നാ കിട്ടിയത്? നിന്റെ വീടിനടുത്തുനിന്നാ? മോൻ്റെ മറ്റേ ചൂണ്ട എന്തേ? അല്ല, ഈ കുട്ടിക്ക് വേറൊരു ചൂണ്ട ഉണ്ടായിരുന്നല്ല, വീട്ടിൽ വെച്ചിട്ടുണ്ടാ? രണ്ട് പശുക്കളും നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ഇട്ടാൽ മതി മോനെ. ഇനി ആ ചേട്ടൻ പശുവിനെ കൊണ്ടുപോകുമ്പോൾ വൈകുന്നേരം കൊണ്ടുപോകത്തുള്ളൂ. വരെ ഇടാം. കാരണം അല്ലെങ്കിലേ അവൾ ചവിട്ടി വലയൊക്കെ കളയും. നമുക്ക് ഈ ഓലമടലൊക്കെ വലിച്ചു മാറ്റണം. ഇവിടെ ഓലമടൽ കിടക്കുന്നുണ്ട്, മാറ്റിയിട്ട് വേണം ഇടാനായിട്ട്. വെള്ളം കുടിക്കാൻ പുല്ല് പശുക്കൾ ഈ വെള്ളം കുടിക്കല മോശം, അഴുക്ക് വെള്ളമല്ലേ. കുടിക്കൂലേ? നാളെ ദൈവം വരുമല്ലേ? ദൈവം വരുമ്പോൾ ദൈവമായിട്ട് ദൈവം കയറി കുളത്തിൽ കയറി ചാടും. പിന്നെ അവളുടെ അടുത്ത വയലൊക്കെ കാണാൻ നല്ല രസമല്ലേ അല്ലേ? നിറയെ അവിടെ ഊത്തേറിയിട്ടുണ്ട്. മീൻ പിടിക്കാനാരും പോയിട്ടില്ലേ? അവിടെ പുല്ലനൊക്കെ വരുമല്ലേ? കുറേ പുല്ലനൊക്കെ കിട്ടുമല്ലേ മുമ്പ്. അവിടെ എന്തോ ഒരു ഇത് കുത്തിയ എന്തോ ഇളകി അവിടെ മീൻ. ഞങ്ങള് ഇന്നലെ ഇവിടെ തീറ്റയൊക്കെ കൊണ്ടുവന്നിട്ടായിരുന്നു. ഭയങ്കര അവൻ നീന്തി അങ്ങോട്ട് പോയി. മറ്റവൻ പോയി അപ്പുറത്തൊക്കെ പാടത്ത് പോയില്ല നിൽക്കുന്നത്. സച്ചു, മറ്റേ കൊച്ചിൻ്റെ പേര് അച്ചു എന്നാ മറ്റേ വീട്ടിൽ വിളിക്കുന്നത്. അച്ചും സച്ചു. സച്ചു അവൻ്റെ പേര് അച്ചു എന്നല്ലേ വീട്ടിൽ വിളിക്കണത്? അച്ചും സച്ചും കൂടെ ചൂണ്ടയിടുക. അല്ല, ഇത് ഫ്രണ്ട്സാണ്. പിള്ളേർക്കൊരു ഹരം അല്ലേ ഇതൊക്കെ. ഷൈലും ചെറുതിലെ അനീഷ് മാമനുമായിട്ട് ഇതുപോലെ ചൂണ്ടയിടാനൊക്കെ പോകുമായിരുന്നു. അനീഷ് മാമൻ പോണ പുറകെ ഞാനും പോകും. എന്നിട്ട് അനീഷ് മാമൻ മീൻ പിടിച്ചിട്ട് ഈ തെങ്ങേലിൻ്റെ ഓലയിൽ ഈർക്കിലെടുത്തിട്ട് അതിങ്ങനെ കോറുമ്പൽ പോലെ ഉണ്ടാക്കുകയും അതിൻ്റെ അറ്റത്തൊരു റൗണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതുമേലേക്ക് ഇങ്ങനെ മീനിനെ എല്ലാത്തിനെയും കൊളുത്തി ഇങ്ങനെ കോർത്ത് തരുന്നിട്ട് ഞാനതും പിടിച്ചുകൊണ്ട് അവൻ്റെ പുറകെ നടക്കും. അവൻ മീൻ പിടിച്ച് അതുമേ കോർത്ത് തരും ഇങ്ങോട്ട്. അതിന് എറിഞ്ഞ് അത്രയും ദൂരത്ത് പിടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല, കിട്ടുന്നില്ലെന്ന്. മീനൊക്കെ പറ്റിച്ചു. അവൻ പോകാൻ പോണെന്ന് തോന്നുന്നു. അവൻ പോകാൻ പോയപ്പോൾ അവിടെ എന്തോ ഉണ്ടെന്ന് പോലെ തോന്നിയവന്. അപ്പോൾ വരാലിനെ കാണുന്നതിന് ദൂരത്തായിട്ടാണ് ഇവർ ഈ തവളേനിട്ടിട്ട് വലിക്കുന്നത് അല്ലേ? ജസ്റ്റ് ഒന്ന് അനക്കയും കൂടെ ഉണ്ണി ആണ്. ഉണ്ണി എന്നല്ല ചൂണ്ട മേടിച്ച് നമുക്കൊന്ന് ഇതുപോലെ ഇട്ട് നോക്കണേ അല്ലേ? ഉണ്ണിയുണ്ടല്ലോ ഇത്തരം. അനീഷ് മാമനില്ല, മാമനുണ്ട് ഈ ചൂണ്ട. എന്നിട്ട് എന്തെന്നറിയാവാ, നൂനു എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടൊക്കെ പോയി കൂട്ടുകാരായിട്ട് മീൻ പിടിച്ചേച്ചും വന്നിട്ട് അനീഷ് മാമൻ വഴക്ക് പറഞ്ഞ് അത് മേടിച്ച് എന്തോ ഒടിച്ച് കളഞ്ഞെന്ന് തോന്നണം. പറയുന്ന കേട്ടോ ഒടിച്ച് കളഞ്ഞെന്ന്.
സച്ചു പോവാണ്. അവിടെ പണി ആണോ? സച്ചു ഇല്ല കൂട്ടുകാരൻ്റെ അടുത്തോട്ട് പോകുന്നു. ഞങ്ങൾ ഇന്നലെ അവിടെ ഒരു ട്രാപ്പ് ഇട്ടു. എവിടെ? അവിടെ. ആണോ? ഇതാണ് അമ്പാടി എന്നോട് എടുത്തായിരുന്നു എന്ന് ചോദിച്ചു. ഒന്നും കയറിയിട്ടുണ്ടായില്ല. എന്നെ കൊണ്ട് ഉണ്ടാക്കിയ കുപ്പിക്കകത്ത് ഫിഷ് ട്രാപ്പ് ഇല്ലേ? പക്ഷെ അതിൻ്റെ അകത്തൊന്നും കയറത്തില്ല ശൈലു. കുപ്പിയുടെ അകത്ത് എന്നെ ഇട്ട് വരെ ചോറാവല്ലോ ഇട്ടാണെങ്കിൽ. ഈ വലിയ കുടത്തിനകത്തൊക്കെ അങ്ങനെ ഇട്ടിട്ട് അതൊക്കെ കായലിൻ്റെ കരിയിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ പറ്റും. അവിടെയൊക്കെ ആകുമ്പോൾ ഒരുപാട് മീൻ കായലിലുണ്ടാകും. അപ്പം അന്നേരത്തേക്ക് അവർക്ക് അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും. ഇപ്പം അവിടെ ഷബി ഇല്ലേ, ഷബീണം കൊണ്ടുപോയി ഫിഷ് ട്രാപ്പ് എന്തോ വെച്ചിട്ടുണ്ട് അങ്ങേയറ്റത്ത്. പക്ഷേ പൊതുവേ മീൻ കുറവാണ്. പിന്നെ വരാം, വൈകിട്ട് വരാം. പശുവിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വരാം. ഇവിടെ അഴിച്ചുകൊണ്ട് പോയിട്ട് വേണം നമുക്ക് വലയിടാൻ. അപ്പം മകള് പോയിട്ടേ പശുവിനെ അഴിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ ഷൈലു വരാൻ വിളിക്കാനായിട്ട്. അഥവാ കൊണ്ടുപോണ കാണുവാണെങ്കിൽ വന്നേക്കുക. ഞങ്ങൾ വലയിടാൻ പോവാണ്. ഇടയ്ക്കൊന്ന് ചേർത്തലയ്ക്കൊക്കെ പോകേണ്ടി വന്നതുകൊണ്ട് താമസിച്ച് പോയി വലയിടാനായിട്ട്. ഞാനും കുഞ്ഞും കൂടെ വലയിട്ടിട്ട് വരാം. വല മഴയിട്ടിട്ട് പോയി. അത് രണ്ടറ്റത്തും വെച്ചാൽ മതി. പറഞ്ഞോ.
വലയിടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ രാവിലെ ഒന്ന് നോക്കാം. ഇനി 1-2 കമ്പൊക്കെ ഇടയ്ക്കെടുത്ത് കുത്തി വെച്ചാൽ നല്ലതാണ്. അങ്ങനെ ഞങ്ങളുടെ വലയിടലൊക്കെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ അറിയാം. ഓക്കെ.